6000 രൂപ. എത്ര? 6000 രൂപ. 6000 രൂപയാണ് ലീലാവതി ചേട്ടത്തി എടുത്ത് വലിച്ചെറിഞ്ഞത്. സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ രവീന്ദ്രന്റെ ഒരു നന്ദി കാണണം. ഇപ്പൊ നമ്മള് രവീന്ദ്രന്റെ അടുത്ത് നേരത്തെ കൊന്നിട്ട് വന്ന് പറഞ്ഞു നോക്ക്, അടുത്ത നിമിഷം ഇറങ്ങും വെട്ടുവത്തി എടുത്ത് കൊല്ലാൻ. പിന്നെ കൊല്ലാനല്ല, തേങ്ങോട്ടനായിരിക്കും വെട്ടത്തി എടുക്കുന്നത്. എന്ത് പിള്ളേക്ക് പിടിച്ചില്ലേ? ഇല്ല, രവീന്ദ്രൻ ഈ ലോകത്ത് ഒരാളുടെ കടപ്പാടുള്ളൂ, അതെന്റെ സബ്ജയിച്ചു സബ്ജയിച്ച് പറഞ്ഞു. ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടപ്പോ അയാളുടെ ഒരു ബഹുമാനം. ആര്? രവീന്ദ്രന്? അയാൾ നിന്റെ ചേച്ചിയുടെ മുന്നേ ബഹുമാനം കാണിച്ചിട്ടുണ്ടെങ്കിലേ ഇന്നത്തോടെ ഞാൻ എന്റെ തൊഴിൽ അവസാനിപ്പിക്കും. തൊഴിലോ? അതിന് ചേട്ടൻ എന്ത് തൊഴിലാ ഉള്ളത്? കണ്ട വിഷയം മാറ്റണേ. രവീന്ദ്രന് കൊടുത്ത സംഭാവനയുടെ കാര്യം പറ, അതാദ്യം പറ. അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയറഞ്ഞ അരി എന്ന് പറയരുത്. എന്തും രവീന്ദ്രൻ അയാളുടെ അനിയത്തിയുടെ കല്യാണം നടത്താൻ സാധിക്കാതെ ഗതിയില്ലാതെ നടന്നപ്പോ സംഭാവന കൊടുത്ത് രക്ഷപ്പെടുത്തിയത് എന്റെ ചേട്ടത്തിയാണ്. ചേട്ടത്തി അത് ഞാൻ എവിടെയും പറയും, ആരുടെ മുഖത്ത് നോക്കിയും പറയും. വേറെ ആരെങ്കിലും മുഖത്ത് നോക്കി പറയും, പക്ഷെ എന്റെ അടുത്ത് പറയരുത്. പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. പറയാണ്, ആ പാവപ്പെട്ട രവീന്ദ്രൻ രക്ഷപ്പെടുത്തിയത് എന്റെ ലീലാവതി ചേട്ടത്തിയാണ്. അല്ല 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 അല്ല, അവർ രക്ഷപ്പെടുത്തി എന്റെ ചേച്ചിയാ. വെല്ലുവിളിക്കല്ലേ, ഈ സൂണനക്കാര് വെല്ലുവിളിക്കല്ലേ. വെല്ലുവിളിയല്ല, ചിലപ്പോ തല്ലുവിളിയായിരിക്കും. എന്നോ തല്ലടാ. ഞാൻ നിന്റെ മുഖത്തോട്ട് തൊടേണ്ട. തല്ലടാ. ഞാൻ നീ എന്നെ തിരിച്ചല്ലേ? ആ രവീന്ദ്രൻ രക്ഷപ്പെടുത്തത് ഇയാളെ ചേച്ചിയാണെന്ന്. മറ്റേ സംഭാവന കേസേ വൃത്തിയേട്ടോ. ഞാനിപ്പോ ഉണ്ടല്ലോ ഭയങ്കര കവറേജ് ആണ് കൊടുക്കണത്. ആരുടെ വർത്താനം പറഞ്ഞാലും ശരി, ഞാൻ ഉടനെ ഈ സംഭാവനക്കാരി എടുത്തിടും. ഇപ്പം കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കണം. കടക്കാരൻ പറയും 50 രൂപ. ഉടനെ ഞാൻ പറയും, അയ്യോ ഇത് ഭയങ്കര വില തന്നെ. മാധവവിലാസ രവീന്ദ്രന് ലീലാവതി കുഞ്ഞ് 6000 രൂപ സംഭാവന കൊടുത്തു. അയ്യോ നമുക്ക് ഇതുപോലെ സംഭാവന തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും കാശ് കൊണ്ട് സാധനങ്ങൾ വാങ്ങായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? ബുദ്ധിയുടെ കാര്യത്തിൽ ചേച്ചി യജമാനത്തി, ഞങ്ങള് ജോലിക്കാരും. ഇപ്പൊ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നു, ബസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും പറയും. ഉടനെ ഞാനൊരടി അടിക്കും. ലീലാവതി കുഞ്ഞ് രവീന്ദ്രന് 6000 രൂപ സംഭാവന കൊടുത്തു കേട്ടാ. നമുക്ക് കാശുകാരെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആട്ടോ പിടിച്ചു പോവായിരുന്നു. ഇങ്ങനെ ഏതവസരത്തില് ഞാൻ ഈ 6000 എടുത്താൽ കടിക്കും. മഹാ നാണം കെട്ട കാര്യം നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. സംഭാവന കൊടുത്തിട്ടാണ് നാട്ടിൽ മുഴുവൻ വിളംബരം ചെയ്യാ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ എത്ര പേര് എന്നോട് ഇക്കാര്യം ചോദിച്ചെന്നറിയാമോ? അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലേ? നല്ല ചൂട് ചായ. രവീന്ദ്രന് 1-2 ലക്ഷം കിട്ടിയോ? എന്താ 1-2 ലക്ഷം രൂപ കിട്ടിയോന്ന്? കിട്ടിക്കാണും. ഇതാര്? അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ? ഞാനേ അവിടെ കേറിയിട്ട് ഇങ്ങോട്ട്. അയാള് നന്ദി പറയാൻ വന്നതാണ്. എന്നാലും ആദ്യം അവിടെ പോയത് ശരിയായില്ല. ഇതാണ് ഇക്കാലത്ത് നമ്മൾ ആർക്കും ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. ചേട്ടത്തി, ഇതാരിത്? വിശ്വേട്ടാ, സൈചേച്ചി, ശകുന്തള ഇങ്ങോട്ട് വന്നേ. ദാണ്ട നമ്മുടെ സഹായമായിച്ച രവീന്ദ്രൻ. വാ വാ വാ. നമസ്കാരം. കല്യാണം അടുത്ത ആഴ്ചയല്ലേ? എന്നാലും സഹോദരൻ ഞങ്ങളെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷണിക്കാനാ ഞാൻ വന്നത്. ചേട്ടനും ചേച്ചിയും എല്ലാരും വരണം. കൊള്ളാം. ഞങ്ങൾ തലേന്നല്ല, തലേക്ക് തലേന്ന് ഞങ്ങൾ അങ്ങെത്തും. ഓ, കത്തൊന്നും വേണ്ടായിരുന്നു. അയ്യോ,
ക്ഷണക്കത്തൊന്നും വേണ്ട. ചേച്ചിയും ചേട്ടനും കൂടാ എനിക്കിത് തന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇതങ്ങ് തിരികെ വാങ്ങണം. എന്താ ഇത്? എനിക്ക് തന്നില്ലേ ആ സംഭാവന 5000 രൂപ? അയ്യോ അനിയ, അത് തിരികെ തരാൻ ഉദ്ദേശിച്ചല്ല തന്നത്. ഞാനും ഇതൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. പലിശ സഹിതം തന്നെ തിരിച്ചു തരേണ്ടതായിരുന്നു. പക്ഷേ അത് നിങ്ങളെ കളിയാക്കും പോലെ ആയിപ്പോയില്ലേ? അല്ല, എന്താ സഹോദരൻ നിങ്ങൾ ഈ പറയുന്നത്? ഉണ്ട് നിറഞ്ഞവരോടല്ല, കണ്ടു നിറഞ്ഞവരോടാ നമ്മൾ കടം ചോദിക്കേണ്ടതെന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, കടവായിട്ടല്ല അത് തന്നത്. കടമായിട്ട് വാങ്ങുന്നതായിരുന്നു നല്ലത്. എന്നാ ഞാൻ സമൂഹത്തിൽ ഇങ്ങനെ അപഹാസ്യനാകത്തില്ലായിരുന്നു. അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് തിരികെ വാങ്ങണം. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയത്തില്ലെന്നൊക്കെ അല്ലേ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങളുടെ വലത് കൈ ഒഴികെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇതറിഞ്ഞു. എനിക്കാകെ നാണക്കേടായി. അന്ന് നിങ്ങൾ കാശ് തന്ന ദിവസം നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിമാനിച്ചു. അയ്യോ അനിയ, പക്ഷേ ഇന്ന് എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതങ്ങ് തിരിച്ചു അയ്യോ തരും. ചേട്ടാ, അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് വാങ്ങണം. അല്ല അതെ, അയ്യോ സഹോദര, ഞാൻ അങ്ങനെ ഇതങ്ങ് വാങ്ങണം. ഇല്ല, ഞാൻ വാങ്ങൂല. വാങ്ങണം. ഇല്ല, ഞാൻ വാങ്ങില്ല. അങ്ങനെ നിർബന്ധിക്കല്ല പ്ലീസ്. ഇതായിരിക്കുന്നു. അവിടെ വെക്കരുത്. അയ്യോ സുഗുണേട്ടൻ മുങ്ങി നാത്തൂനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി അപ്പുറത്തും കൂടെ കാശേപ്പിക്കാനുണ്ട്. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നരട്ടാ, നമുക്ക് വൈകുന്നേരം കാണാമേ. എന്താ എങ്ങോട്ടാ? അപ്പൊ ശരി. അപ്പ അവിടെ മിസ്റ്റർ രവീന്ദ്രൻ, ഒന്ന് നിന്നേ. ഇയാൾ എന്താ വിചാരിച്ചത്? കലക്കി. ഇത് നിങ്ങൾക്കുള്ള എന്റെ അഭിനന്ദനം. അല്ല, താങ്ക് യു സർ. വരട്ടെ. ശകുന്തള, അകത്ത് പോ, അകത്ത് പോ. കാശ് വെച്ചോ. നമസ്കാരം സർ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. കാശ് എൻ്റെ കയ്യിൽ ഇങ്ങ് തന്നാ മതി. അല്ല, ലീലാവതി ചേച്ചി അപ്പുറത്തെ സംഭവങ്ങൾ അറിഞ്ഞ് അവരപ്പോഴേ അങ്ങ് മുങ്ങി. കാശ് എൻ്റെ കയ്യിൽ തന്നാ മതി. അവരോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ ഞാനത് അവരോട് പറഞ്ഞേക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ നാണക്കേടിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു രവീന്ദ്രൻ. ഏയ്, അതൊന്നും സാരമില്ല. സാർ ഇതങ്ങ് വാങ്ങിച്ചാണ്. അപ്പൊ ഞാൻ ശരി. അയാൾ പോയി കാണൂ ശാരദ. നേരെ ഇത്ര ആയില്ലേ നാത്തൂനെ, പോയി കാണൂ. അയ്യോ അതാ രവീന്ദ്രൻ. അയ്യോ അത് വേറെ ആരാണ്ടാ നാത്തും. ആ സൂര്യൻ അപ്പോഴേ മുന്നറിയിപ്പ് തന്നതുകൊണ്ട് നാണം കിടാതെ ഓടി രക്ഷപ്പെടാൻ പറ്റി. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി നാത്തൂനെ. എന്താ ശാരദ? അഭിമാനികൾക്ക് നമ്മൾ സംഭാവന കൊടുക്കാൻ പാടില്ല. അതെ. ഓ, 10 പേരോട് പറഞ്ഞു വെച്ച് സംഭാവന മടക്കി കൊണ്ടുവരുന്നു. എന്ത് അഹങ്കാരമാണെന്നോ. അതെ അതെ. ഓ, ഇവനൊക്കെ കൊടുത്താൽ നമ്മളെ വേണം പറയാൻ. നാത്തൂനെ, ഞാൻ അങ്ങോട്ട് നോക്കി ചുമരുമ്പോ എന്താണ്ടൊക്കെ എഴുതി വെച്ചേക്കണ്. സതിയും ലീലാവതി സംഭാവന കൊടുക്കുന്ന നിർത്തുക. അയ്യോ, പബ്ലിസിറ്റിക്ക് വേണ്ടി സമ്മാനം നൽകുന്നത് അവസാനിപ്പിക്കുക. സതിയോടും ലീലാവതിയോടും എനിക്ക് കടപ്പാടില്ല. അയ്യേ, ഇത് അയാൾ ഒട്ടിച്ച് തന്നെയാ. അയ്യേ, ആരെങ്കിലും കണ്ടോ? സംഭാവന വേണോ? സംഭാവന വേണോ? സംഭാവന വേണ്ടേ? ചോദിച്ചാൽ മതി, സംഭാവന തരാം. സംഭാവന വേണ്ടേ പറയണ്ടേ? ലീലാവതി, സംഭാവന വേണോ? ലീലാവതി, സംഭാവന തരാം. പേടിച്ച് പേടിച്ച സംഭാവന കിടന്നോ? എനിക്ക് സംഭാവന കൊടുക്കണം. സംഭാവന പ്രിയപ്പെട്ട നാട്ടുകാരുടെ അറിവിലേക്കായി മാധവവിലാസത്തിൽ താമസിക്കുന്ന രവീന്ദ്രൻ ബോധ്യപ്പെടുത്തുന്നത്, സതി ലീലാവതിമാർ എനിക്ക് സംഭാവന തന്ന കാര്യം ഇവർക്ക് അറിവുള്ളതാണ്. ആ പൈസ ഞാൻ തിരികെ കൊടുത്തിരിക്കുന്നു. സതി, എടി സതി, 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 ആ എന്താ വിഷയട്ടാ? ഒന്ന് വായിച്ചു നോക്ക്. എന്താ
പ്രിയപ്പെട്ട നാട്ടുകാരുടെ അറിവിലേക്കായി മാധവവിലാസത്തിൽ താമസിക്കുന്ന രവീന്ദ്രൻ ബോധ്യപ്പെടുത്തുന്നത് സതിലീലാവതിമാർ എനിക്ക് സംഭാവന തന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണല്ലോ. ആ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, മാധവവിലാസത്തിലെ രവീന്ദ്രൻ നിങ്ങളോട് അറിയിക്കുന്ന സ്ത്രീധനക്കാര്യം. സതിലീലാവതിമാർ എനിക്ക് സംഭാവന നൽകിയ വിവരം ഏവർക്കും അറിവുള്ളതാണല്ലോ. ഏതോ ഗതികെട്ട സമയത്ത് ഞാൻ വാങ്ങിയ സംഭാവന തുക തിരികെ കൊടുത്ത വിവരം സസന്തോഷപൂർവം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു. പൊങ്ങച്ചം കാട്ടാനും പരസ്പരം മത്സരിക്കുവാനും വേണ്ടി എന്നെ സഹായിക്കാനെന്നുള്ള വ്യാജേന നൽകിയ തുക ഞാൻ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഏതോ ഗതികെട്ട നേരത്ത് സതിലീലാവതിമാരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിയ തുക തിരികെ കൊടുത്ത വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. എത്രയായി? 40 രൂപ. ഏയ്, 40 രൂപയാ വേണ്ടത്. മീറ്ററിൽ 40 രൂപ അല്ലല്ലോ. എന്തൊന്നല്ലോ കാശ് എടാ ഇറക്ക, ഇല്ലെങ്കിൽ എന്റെ തല്ലോ, ദാ ഞാൻ റെഡി. കളിക്കാതെ കാശ് താടാ. തല്ലോ. താടാ. എന്ത് പ്രശ്നം? എന്റെ പൊന്ന് സാറേ, ഇവൻ ആളാകുന്നു. കാശ് തരുന്നില്ല. മീറ്ററിൽ കാണുന്ന കാശ് തരത്തുള്ളൂ. മക്കളെ, നീ ആര്? നിന്റെ പേരെന്തോന്നു? ഓമനക്കുട്ടൻ. അച്ഛന്റെ പേരെന്തോന്നു? ഓടിക്കേ. അത് ശരി, ഓടിക്കര മോനാണ്. ഇത് ഓടിക്കര മോനാണ്. മക്കളെ, ഡ്രൈവർമാർക്ക് കാശ് കൊടുക്കാത്തുണ്ട്. ഞാൻ കൊടുത്തല്ലോ മീറ്ററിൽ കണ്ട കാശ്. അയ്യോ മക്കളെ, അത് കൊടുത്താൻ പറ്റത്തില്ല. മീറ്ററൊക്കെ വെറുതെ ഷോക്കി വെച്ചിരിക്കണത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് കൊടുക്ക്, ഇല്ലെങ്കിൽ ഡ്രൈവർ മാമ ഉമ്മാക്കിയാണെങ്കിലും പേടിപ്പിക്കും. ദാണ്ട ഇങ്ങനെ കാശാടാ നിന്ന് ഷൈൻ ചെയ്യാതെ. എന്തോന്നാടാ ഈ കാണിക്കുന്നേ? ചേട്ടൻ വിട്, പോലീസ് സ്റ്റേഷനിലേക്ക്. ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കാതെ പോണം. ഇറങ്ങി പോടാ അങ്ങോട്ട്. നിങ്ങൾ അങ്ങ് പോണം. വിളിച്ചു നോക്കി. എന്റെ പൊന്നു മോനെ, വേണ്ടടാ, ഈ പൈസ മതി. മതിയടാ, ആ കല്ല് താഴെ ഇട്. ഒന്ന് മാറി, ഞാൻ പൊയ്ക്കോളാം. ആ, ഞാൻ പൊയ്ക്കോളാം. അയ്യോ എന്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടോ പിള്ളേര്? ആട്ടക്കാരുടെ ഒരു കാര്യം. നമസ്കാരം. ഭയങ്കര പ്രതികരണ ശേഷിയാണല്ലേ? ഞാനൊക്കെ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. ഓട്ടക്കാർ 50 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ച് 51 രൂപ എടുത്തു കൊടുക്കും. കുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. വലിയവർക്കില്ലാത്ത പ്രതികരണ ശേഷി കാണിക്കണം. നമുക്ക് ഫ്രണ്ട്സ് ആവാം. എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലേ. ഇതല്ലേ സതിയാന്റിയുടെ വീട്? ഓ, ഇത് തന്നെ. ചിങ്കം തന്നെ, ചിങ്കം. ചിങ്കം എന്ന് വെച്ചാ പുലി എന്ന് വെച്ചാ കടുവ.